ഗൈസ് അപ്പോൾ നമ്മൾ മൾട്ടിമീറ്ററാണ് റിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 മൾട്ടിമീറ്റർ ഉണ്ട്. ഇത് വേറൊരു കമ്പനിയുടെ, ഇത് വേറെ കമ്പനിയുടെ. രണ്ടും സെയിമാണ്. അതിൻ്റെ ബോർഡ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇതിനകത്ത് എൻ്റെ പ്രശ്നം വോൾട്ടേജ് വേരിയബിൾ ആണ്. ഇപ്പോൾ 1.5 വോൾട്ടിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 15-12 വോൾട്ട് കാണിക്കും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഇതിനകത്ത് വന്ന റെസിസ്റ്ററിൻ്റെ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. ഞാൻ നോക്കട്ടെ. 01A ആണ്. 01A ഞാനിവിടെ എല്ലാത്തിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. 01A അതാണ് ഇവിടെ ഇരുന്ന റെസിസ്റ്റർ. അപ്പം അതായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പം ഞാൻ ഇത് വേറൊരു ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കംപ്ലൈൻറ്റ് ആണെങ്കിൽ ഇതിനകത്ത് ഇത് ഇവിടെ ഒരു 100 ohmസിൻ്റെ ഒരു റെസിസ്റ്റർ ഉണ്ട്. R30 എന്ന് പറഞ്ഞ് ഈ റെസിസ്റ്ററാണ് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നിങ്ങളുടെ വോൾട്ടേജ് പ്രശ്നങ്ങളാണെങ്കിൽ അതിനകത്ത് എന്തായാലും ഒരു 100 ohmസിൻ്റെ റെസിസ്റ്ററാണ് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് വളരെ കൂടുതൽ. അപ്പോൾ നിങ്ങളതിനകത്ത് വേറെ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് നോക്കുക 100 ohmസിൻ്റെ റെസിസ്റ്റർ ഏതാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ 01A എന്ന് പറഞ്ഞ റെസിസ്റ്റർ എൻ്റെ 2 യൂസ് ചെയ്തിട്ടുണ്ട് ഈ ബോർഡിൽ തന്നെ. അത് R13 R10. അപ്പോൾ അതിനകത്ത് R10 ഞാൻ നോക്കിയപ്പോൾ 27 ohms മാത്രമാണ് കാണിച്ചത്. അപ്പോൾ ഇവിടെ R13 ഉണ്ട്, അത് 01A തന്നെയാണ്. അത് നമുക്ക് 100 ohms കാണിച്ചു. അപ്പോൾ ഗൂഗിളിൽ ഇതിനെ നമുക്ക് ഈ SMD രജിസ്ട്രേഷൻ എന്നാണ് പറയുക. ഇതിനെല്ലാത്തിനും അത് പ്രിൻറ്റ് ചെയ്ത സാധനത്തിനെല്ലാം SMD എന്നാണ് പറയുക. SMD റെസിസ്റ്റർ, SMD കപ്പാസിറ്റർ അങ്ങനെയാണ് പറയുക. അപ്പോൾ നിങ്ങൾ SMD റെസിസ്റ്റർ, അപ്പോൾ ഈ നമ്പർ അടിക്കുക അതിനകത്ത് 01A SMD റെസിസ്റ്റർ വാല്യൂ എന്ന് അടിക്കുമ്പോൾ അതിൻ്റെ എത്ര ഓംസ് ആണ് വാല്യൂ എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് എത്രയാണ് വാല്യൂ, ആ വാല്യൂനാണ് ഗൂഗിളിൽ നോക്കുക. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ആ വാല്യൂയുടെ ഏകദേശം അടുത്താണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് 100 ohms ആണ്, ഗൂഗിളിൽ നോക്കുമ്പോൾ 100 ohms ആണ്. അപ്പോൾ ഇത് നമുക്ക് 27 ohm ആണ് കാണിച്ചത്. അപ്പോൾ നമ്മളിത് മാറ്റി ഇന്ന് ഇട്ട് നോക്കി, വേറെ റെസിസ്റ്റർ നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ സംഭവം കറക്റ്റായിട്ട് പക്കയായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലത്തെ SMD റെസിസ്റ്റർ കിട്ടിയില്ലെങ്കിലും മറ്റേ നോർമൽ ടൈപ്പ് റെസിസ്റ്റർ ഉണ്ട്, ലെഗ് വരുന്നത്. അത് അതിൽ മേടിച്ചിട്ടാൽ മതി. അത് കടയിൽ പറഞ്ഞ് മേടിക്കണം. ചിലപ്പോൾ അവർക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് അത് സെർച്ച് ചെയ്ത് അതിൻ്റെ കളർ കോഡ് നോട്ട് ചെയ്ത് പോയി മേടിച്ചുകൊണ്ട് വരിക. എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി സോൾഡർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അത് സാധനം പക്കയായിരിക്കും. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ വേണ്ടി ഇതിൻ്റെ അപ്പുറം കാണിച്ചു തരാം. ഇതാണ് ഒരു കമ്പനിയുടെ റെസിസ്റ്റർ, രണ്ടും കമ്പനിയുടെ. ഇതാണ് വേറെ. ഇതുകൊണ്ട് ഇപ്പോൾ റെസിസ്റ്റർ ഞാൻ ഊരിയിട്ടേക്കുവാണ്. അപ്പോൾ അതാണ് ഇവിടെ വാല്യൂസിന് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ റെസിസ്റ്റർ കംപ്ലൈൻ്റ് ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ വാല്യൂസ് ചുമ്മാ തെളിഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ വരും. അപ്പോൾ എനിക്കിനി ഇതിൻ്റെ റെസിസ്റ്റർ മാറണം. നിങ്ങൾക്ക് ഇതൊക്കെ ഓൺലൈൻ മേടിക്കാൻ കിട്ടുന്നതാണ് റെസിസ്റ്റർ. നമുക്ക് SMD റെസിസ്റ്റർ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ആമസോണിൽ പോയിട്ട് നിങ്ങൾ ഈ നമ്പർ അടിച്ച് നോക്കുക. ഈ നമ്പർ അടിച്ച് വരുമ്പോൾ അതിനകത്ത് സാധനം ഉണ്ടാവും. ഗൈസ് അപ്പോൾ നമ്മൾ വേറെ ID ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് ഇവിടെ വീട്ടിലിരുന്നൊരു ഫോണാണ്, 2 പഴയതാണത് പോയത്. നോക്കിയയുടെ ഫോൺസ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ റെസിസ്റ്റർ നമുക്ക് വാല്യൂ കാണാൻ പറ്റില്ല. ബട്ട് മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ നമുക്കത് ഒരു 100 ohmസിൻ്റെ നമുക്ക് എടുക്കാവുന്നതാണ്. അതിൽ നിങ്ങളതിനകത്ത് 100 ohms കിട്ടണമെങ്കിൽ നമുക്ക് 200 ഇട്ടിട്ട് ഇത് പ്രോബ് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ബോർഡിനകത്ത് ഒരു 100 ohmസിൻ്റെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ആയിട്ട്. പക്ഷേ ഇത് വേരിയബിൾ ആവുകയാണ്. 100, 101 കാണിക്കുന്നുണ്ട് ഈ റെസിസ്റ്റർ പൊക്കത്ത് കാണുന്ന ഈ റെസിസ്റ്റർ 100, 101 കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വേണ്ട. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കുക. എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ 100 ohms കറക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് ഈ റെസിസ്റ്റർ ഉണ്ട്, ഈ കുഞ്ഞിത്, അത് 100 ohmസിൻ്റെയാണ്. നമുക്കത് നമുക്ക് മറ്റേ മൾട്ടിമീറ്ററിലൊന്ന് വെച്ച് സെറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് അഴിച്ചെടുത്തിട്ട് വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം ഗൈസ്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പാടുണ്ടായിരുന്നു. നമ്മൾ ഇതിൽ നിന്നാണ് ഊരിയെടുത്തത്. ഇവിടെ നിന്നാണ് ഇത് ഊരിയെടുത്തത്. ചെറിയ റെസിസ്റ്റർ ആയിരുന്നു, സോൾഡറൊക്കെ ചെയ്യാൻ നല്ല പാടായിരുന്നു. നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നു. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത റെസിസ്റ്റർ. ഇരിപ്പുണ്ട്, ചെറുതാണ്. നിങ്ങളിത് വെച്ച് കഴിഞ്ഞിട്ട് മൾട്ടിമീറ്റർ വെച്ച് കണ്ടിന്യൂറ്റി നോക്കണം. കാരണം അത് ഷോർട്ടായിട്ടുണ്ടോയെന്ന് നോക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷോർട്ടായിട്ടുണ്ടെങ്കിൽ മൾട്ടിമീറ്റർ വെച്ച് നോക്കുമ്പോൾ കണ്ടിന്യൂറ്റിയിലിടുമ്പോൾ സൗണ്ട് കേൾക്കും. ഇപ്പോൾ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. കറക്റ്റ് 100 ohms ആണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കിയിട്ട് ഇനി വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. 2 മൾട്ടിമീറ്ററിൽ നമുക്ക് ആ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ രണ്ടിലും വോൾട്ടേജ് ചെക്ക് ചെയ്തു. ഇതാണ് നല്ലതായിട്ടുണ്ടായിരുന്നത്, ഇതാണ് നമ്മുടെ കേടായത്. അപ്പോൾ ഇതിനകത്ത് വോൾട്ടേജ് ചെക്ക് ഇപ്പോൾ 1.53 ആണ് നമുക്ക് ഇതിൽ കാണിച്ചത്. അതിൽ 1.56 കാണിച്ചു. അപ്പോൾ നമ്മൾ സംഭവം സെറ്റായിട്ടുണ്ട്. കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ചെറിയൊരു മില്ലി വോൾട്ടിൻ്റെ വ്യത്യാസമുണ്ട്. അത് വലിയ ഇഷ്യൂ ഇല്ല, എന്നാലും നമുക്ക് ഏകദേശം ഒരു വോൾട്ടേജ് അറിയാം. ഇപ്പോൾ 1.5 വോൾട്ടാണ് രണ്ടിലും കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു 1.5 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അത് പിന്നെ അത്രയ്ക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. 1.5 എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. 1.5 മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
നമ്മൾ സംഭവം എന്തായാലും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റർ വെച്ചുകൊണ്ടാണെന്ന് അറിയില്ല, എന്തായാലും 100 ഓംസിൻ്റെ ടോളറൻസ് കറക്റ്റായിട്ടുള്ള റെസിസ്റ്റർ നമ്മൾ മേടിച്ചിടുവാണെങ്കിൽ ബോർഡ് അത്യാവശ്യം നന്നായിട്ട് വർക്കാവും. നിങ്ങൾ ഇതുപോലെ ഈ ബോർഡ് ഇതുപോലെ കംപ്ലൈൻ്റ് ആയ സാധനം എടുത്ത് കളയരുത്. ഇതുപോലെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ് ഈ സാധനം. 200 രൂപ കണ്ടാണ് ഈ സംഭവത്തിൻ്റെ വില. പ്ലീസ് ഇപ്പോൾ എല്ലാ മൾട്ടിമീറ്ററും ഒരുപോലെ വാല്യൂ കാണിക്കാൻ നിർബന്ധമൊന്നുമില്ല. പല പല കമ്പനി ഉണ്ടാക്കുന്ന കാരണം നമുക്ക് ഇതിൻ്റെ വാല്യൂ ചെറുതായിട്ട് വ്യത്യാസമൊക്കെ വരും. ഈ സംഭവം എന്തായാലും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.